കൊമേഴ്സ് അച്ചീവേഴ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ബികോം 4 ഇയർ ഡിഗ്രി പ്രോഗ്രാം ഫസ്റ്റ് സെമസ്റ്റർ വിദ്യാർത്ഥികളുടെ മേജർ സബ്ജക്റ്റായ അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ആൻഡ് സ്റ്റാൻഡേർഡ്സിൽ ഒരു ചെറിയ പോർഷനാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് നമ്മൾ പെയ്ഡ് ക്ലാസ് ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് 5 മൊഡ്യൂളിൻ്റെ ക്ലാസ്സും അതുപോലെ തന്നെ അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് 5 മൊഡ്യൂളിൻ്റെ വളരെ സിമ്പിളായിട്ട് പ്രിപ്പയർ ചെയ്ത നോട്ട്, ഇത്തരം കാര്യങ്ങളാണ് നിങ്ങൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു ക്ലാസ് കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി താഴെ തന്നിരിക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് നമ്മൾ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾക്ക് വളരെ ചെറിയൊരു ഫീസിൽ നിങ്ങൾക്ക് ഈ ഒരു കംപ്ലീറ്റ് സെമസ്റ്ററിൽ ഈ ഒരു സബ്ജക്റ്റ് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മൾ ഇതിൻ്റെ പ്രോബ്ലംസും ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാലോ, അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് ഒരു പ്രോബ്ലം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ അതെല്ലാം നമ്മൾ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് എക്സാമിന് വിജയിക്കേണ്ട രീതിയിൽ, അതായത് നമ്മൾ +1 +2 പഠിച്ച പോലെയല്ല ഡിഗ്രി, കുറേ മാറ്റങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ എങ്ങനെ എക്സാമിന് പ്രിപ്പയർ ചെയ്യാമെന്നുള്ള രീതിയിൽ നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ക്ലാസ്സുകൾ കണ്ടു നോക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് അക്കൗണ്ടിങ് അസംഷൻസ് ആൻഡ് കോൺസെപ്റ്റുകളാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അക്കൗണ്ടിങ് അസംഷൻസ് ഓർ കോൺസെപ്റ്റ് ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ +1 ക്ലാസ്സുകളിൽ ചെന്നപ്പോൾ തന്നെ നമ്മൾ പഠിച്ചതാണ് ബേസിക് അക്കൗണ്ടിങ് കാര്യങ്ങൾ. എന്താണ് അസറ്റ്, അല്ലെ എന്താണ് ക്യാപിറ്റൽ, എന്താണ് ലൈബിലിറ്റി, ഡ്രോയിങ്സ് എന്താണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ പഠിച്ച ഒരു പോർഷനാണ് വാട്ട് ആർ ദ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഓർ അസംഷൻസ്, എന്തൊക്കെയാണെന്നുള്ളത് പഠിച്ചു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വാട്ട് ആർ ദ അക്കൗണ്ടിങ് അസംഷൻസ് ഓർ കോൺസെപ്റ്റ് ആണ് പഠിക്കാനായിട്ട് പോകുന്നത്. അക്കൗണ്ടിങ് അസംഷൻസ് ആൻഡ് കോൺസെപ്റ്റിൽ നമ്മൾ ഗ്യാപ്പ് കേട്ടിട്ടുണ്ടല്ലേ നിങ്ങൾ? ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആണ് ഗ്യാപ്പിൻ്റെ അണ്ടറിൽ നമ്മൾ അക്കൗണ്ടിങ് അസംഷൻസ് ഉണ്ട്, പ്രിൻസിപ്പിൾസ് ഉണ്ട്, ദെൻ മോഡിഫൈങ് പ്രിൻസിപ്പിൾസ് ഉണ്ട്, ദെൻ വരുന്നതാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. അതിൽ അക്കൗണ്ടിങ് അസംഷൻസിൽ നമ്മൾ 4ആയിട്ടാണ് അക്കൗണ്ടിങ് അസംഷൻസിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. അക്കൗണ്ടിങ് എൻറ്റിറ്റി കോൺസെപ്റ്റ്, മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ്, അതുപോലെ തന്നെ ഗോയിങ് കൺസേൺ, അക്കൗണ്ടിങ് പീരീഡ്. ഇങ്ങനെ 4 അസംഷൻസ് ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് അക്കൗണ്ടിങ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. എന്താണ് അക്കൗണ്ടിങ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്നോ അല്ലെങ്കിൽ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്നോ ഒക്കെ നമ്മൾ ഇതിനെ വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ സെപ്പറേറ്റ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന് വിളിക്കാറുണ്ട്. ഈ കോൺസെപ്റ്റ് പ്രകാരം പറയുന്നത് ബിസിനസ്സും ഓണറും രണ്ടും രണ്ടാണ്. ഓക്കെ, ഒരു ബിസിനസ്സും അതിൻ്റെ ഓണറും രണ്ടും രണ്ടാണ് എന്ന് പറയുന്ന പ്രിൻസിപ്പളിനെ അല്ലെ അസംഷൻസിനെയാണ് നമ്മൾ അക്കൗണ്ടിങ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ തന്നിട്ടുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? According to this assumption, business is treated as separate entity that is distinct from its owners. ഓണേഴ്സിൽ നിന്നും എന്താണ്? സെപ്പറേറ്റഡ് ആണ് ബിസിനസ്സും ഓണറും രണ്ടും രണ്ടാണ്. നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇല്ലേ? നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കടയിലെ ചേട്ടനല്ലേ ആ കടയുടെ ഓണർ, ആ കടയിലെ ഓണർ ആ ചേട്ടനും ചേട്ടൻ്റെ അല്ലേ ആ കട, അവർ തമ്മിൽ ബന്ധമില്ലേ? പക്ഷേ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് അനുസരിച്ച് പറയുന്നത് അവർ തമ്മിൽ ബന്ധമുണ്ട്, പക്ഷെ അവരെന്താണ്? രണ്ടും രണ്ടാണ്. ബിസിനസ്സും ഓണേഴ്സും രണ്ടും രണ്ടാണ്. അതിന് എക്സാമ്പിൾ പറയാം. അതുകൊണ്ടല്ലേ നമ്മൾ ബാലൻസ് ഷീറ്റിൻ്റെ ലൈബിലിറ്റി സൈഡിൽ നമ്മൾ ക്യാപിറ്റൽ എഴുതത്തില്ലേ? ക്യാപിറ്റൽ എങ്ങനെയാണ് ലൈബിലിറ്റി ആവുന്ന ബിസിനസ്സിൻ്റെ? അതായത് ബിസിനസ്സിൻ്റെ ഓണർ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്ന ക്യാഷിനെയാണല്ലോ നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അങ്ങനെ ക്യാഷ് കൊണ്ടുവന്നാൽ നമ്മൾ എന്തിനാണ് അത് ലൈബിലിറ്റി സൈഡിൽ എഴുതുന്നത്? കാരണം ബിസിനസ്സിൻ്റെ ബാധ്യതയാണ്. ബിസിനസ് എന്നായാലും ആ പൈസ ആ ഓണർക്ക് എന്ത് ചെയ്യണം? തിരിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ ഡ്രോയിങ്സിനെ നമ്മൾ അസറ്റായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഓണർ ഒരു ഇത്ര എമൗണ്ട് ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്നു, എന്നിട്ട് ഓണേഴ്സിന് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ബിസിനസ്സിൽ നിന്ന് ആ എമൗണ്ട് എന്ത് ചെയ്തു? വിഡ്രോ ചെയ്തുകൊണ്ട് പോകുന്ന സമയത്ത് അത്രയും നമ്മളുടെ ലൈബിലിറ്റി എന്ത് ചെയ്യാണ്? കുറയാണ്. പക്ഷേ നമ്മൾ ഡ്രോയിങ്സ് അസറ്റ് സൈഡിൽ കാണിക്കത്തില്ല, പകരം എന്ത് ചെയ്യും? നമ്മുടെ ലൈബിലിറ്റി സൈഡിൽ നമ്മുടെ ക്യാപിറ്റലിൽ നിന്ന് കുറച്ച് കാണിക്കും. പക്ഷെ അത് നമ്മളുടെ എന്താണ്? അസറ്റാണ്.
അതുപോലെ തന്നെ പ്രോഫിറ്റ് ഈസ് ട്രീറ്റഡ് ആസ് ലൈബിലിറ്റി. പ്രോഫിറ്റിനെ നമ്മൾ ലൈബിലിറ്റി സൈഡിലല്ലേ കാണിക്കുന്നത്. എന്തുകൊണ്ടാണ്? നമ്മളത് ബിസിനസ് ഓണേഴ്സിന് എന്ത് ചെയ്യണം? കൊടുക്കണം. അതുപോലെ തന്നെ ലോസ് ഈസ് ട്രീറ്റഡ് ആസ് അസറ്റ്. ലോസിനെ നമ്മൾ അസറ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. കാരണം എന്താ? ബിസിനസ്സിന് ഒരു ലോസ് സംഭവിച്ചാൽ അത്രയും രൂപ ഓണേഴ്സ് ബിസിനസ്സിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. ഇതുകൊണ്ടാണ് പറയുന്നത് ബിസിനസ്സും ഓണറും രണ്ടും രണ്ടാണ്. ഇനി മറന്നു പോവോ? ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റിൽ എന്താ പറയുന്നത്? ബിസിനസ്സും ഓണറും രണ്ടും രണ്ടാന്ന് പറയുന്ന പ്രിൻസിപ്പിളാണ് അക്കൗണ്ടിങ് എൻറ്റിറ്റി കോൺസെപ്റ്റ്, അല്ലെങ്കിൽ സെപ്പറേറ്റ് എൻറ്റിറ്റി കോൺസെപ്റ്റ്, അല്ലെങ്കിൽ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. രണ്ടാമത്തതാണ് മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ്. എന്താണ് മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ്? മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ, ഈ കോൺസെപ്റ്റ് അനുസരിച്ച് പറയുന്നത് മോണിറ്ററി ട്രാൻസാക്ഷൻസ് മാത്രമേ നമ്മളുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ എന്ത് ചെയ്യാൻ പാടുള്ളൂ? റെക്കോർഡ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഒൺലി മോണിറ്ററി ട്രാൻസാക്ഷൻസ്, അതായത് പണപരമായ കാര്യങ്ങൾ മാത്രമേ നമ്മളുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ എന്ത് ചെയ്യാൻ പാടുള്ളൂ? റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനല്ലേ? നമ്മളൊരു പെൻ വാങ്ങി, പെൻസിൽ വാങ്ങി, അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റേഷനറി വാങ്ങി, ഇങ്ങനത്തുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റെക്കോർഡ് ചെയ്യുന്നത്. ഇത് നമ്മളുടെ ഹ്യൂമൻ റിസോഴ്സസ്, അതായത് എംപ്ലോയീസ് ആണ് ഒരു ഓർഗനൈസേഷൻ്റെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് അസറ്റ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ എവിടെയെങ്കിലും എംപ്ലോയീസിനെ പറ്റി എഴുതുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ല. കാരണം എന്താ? എംപ്ലോയീസ് എന്ന് പറയുന്നത് ഒരു മോണിറ്ററി ആയിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യത്തില്ല? ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യത്തില്ല. അപ്പം മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ് അനുസരിച്ച് എന്താ പറയുന്നത്? ഒൺലി മോണിറ്ററി ട്രാൻസാക്ഷൻസ് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? നമ്മൾ റെക്കോർഡ് ചെയ്യത്തുള്ളൂ. ക്ലിയർ ആണല്ലോ? ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്തായിരുന്നു? ബിസിനസ്സും ഓണറും രണ്ടും രണ്ടാന്ന് പറയുന്ന കോൺസെപ്റ്റിനെ നമ്മൾ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്നും, മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റിൽ എന്താ പറയുന്നത്? ഒൺലി മോണിറ്ററി ട്രാൻസാക്ഷൻസ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ? ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യത്തുള്ളൂ. ഇനി മൂന്നാമത്തെ കോൺസെപ്റ്റാണ് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്. ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഇൻഡെഫിനിറ്റ് ലൈഫിലേക്കായിരിക്കും. നമ്മൾ ആരെങ്കിലും പെട്ടെന്ന് ബിസിനസ് നിന്നു എന്ന് പറഞ്ഞ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമോ? ഇന്നാ ഒരു ബിസിനസ് തുടങ്ങിയേക്കാം, നാളെ അങ്ങ് നിർത്താം എന്നും പറഞ്ഞ് ആരും എന്ത് ചെയ്യത്തില്ല? ബിസിനസ് സ്റ്റാർട്ട് ചെയ്യത്തില്ല. നമ്മുടെ അടുത്തുള്ള ഒരു മുറുക്കാങ്കട തുടങ്ങുന്ന പോലും ഇന്ന് നാളെ നിർത്തൂ എന്ന് പറഞ്ഞിട്ടാണ്. ചില ബിസിനസ്സുകളുണ്ട്. ഇപ്പോൾ പെട്ടെന്ന് ഉത്സവം വരുമ്പോൾ മാത്രം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പം നമ്മൾ കണ്ടിട്ടില്ലേ, സർബത്ത് കൊടുക്കുന്ന കട, അല്ലെങ്കിൽ ബലൂൺ കച്ചവടക്കാർ, ഇങ്ങനെയൊക്കെ പെട്ടെന്നുള്ളത് അങ്ങനെ ഉണ്ട്. അങ്ങനല്ല, അതല്ല ഉദ്ദേശിച്ചത്. നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ആ ബിസിനസ് തുടങ്ങുന്ന ആളുടെ ലക്ഷ്യം ഒരിക്കലും അതെന്തല്ല? നിർത്തുക എന്നുള്ളതല്ല, പെട്ടെന്ന് നിർത്തുക എന്നുള്ളതല്ല. അത് തന്നെയാണ് ഈ അക്കൗണ്ടിങ് അസംഷനിൽ പറയുന്നത്. നമ്മളൊരു ബിസിനസ് തുടങ്ങിയാൽ അതെന്താണ്? ഇൻഡെഫിനിറ്റ് ലൈഫിലേക്കായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? പെട്ടെന്ന് നമ്മുടെ ബിസിനസ് എന്ത് ചെയ്യത്തില്ല? നിർത്തത്തില്ല, അല്ലെങ്കിൽ വൈൻഡപ്പ് ചെയ്യത്തില്ല. ഓക്കെ, അതുകൊണ്ട് കുറച്ച് എഫക്റ്റുകളുണ്ട്. അതുകൊണ്ടാണ് അസറ്റിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, ഫിക്സഡ് അസറ്റ് എന്നും കറണ്ട് അസറ്റ് എന്നും. ഇത് നിങ്ങൾ മറന്നുപോലും. ഇനി നിങ്ങൾ ഫ്യൂച്ചറിൽ ഒരുപാട് PSC എക്സാമും നെറ്റും ഇങ്ങനത്തുള്ള എക്സാമൊക്കെ എഴുതാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും. അതായത് അസറ്റിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഏത് കോൺസെപ്റ്റ് അനുസരിച്ചാണ്? ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് അനുസരിച്ചാണ് അസറ്റിനെ. ലൈബിലിറ്റീസിനെ ക്ലാസിഫൈ ചെയ്തു, കറണ്ട് ലൈബിലിറ്റീസ്, ഫിക്സഡ് ലൈബിലിറ്റീസ് എന്ന് ക്ലാസിഫൈ ചെയ്തു. ഓക്കെ, അതുപോലെ തന്നെ റവന്യൂവിനെ ഞങ്ങൾ ക്ലാസിഫൈ ചെയ്തു. ക്യാപിറ്റലുണ്ട്, റവന്യൂ ഉണ്ട്, ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചറിനെ ക്ലാസിഫൈ ചെയ്തത്. റെസീപ്റ്റുകളെ എങ്ങനെ ക്ലാസിഫൈ ചെയ്തു? ക്യാപിറ്റൽ റെസീപ്റ്റ് എന്നും റവന്യൂ റെസീപ്റ്റ് എന്നും ക്ലാസിഫൈ ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ പ്രീപെയ്ഡ് എക്സ്പെൻസസും ഔട്ട്സ്റ്റാൻഡിങ് ഇൻകവും നമ്മൾ അസറ്റ് സൈഡിൽ കാണിക്കുന്നതും ഏത് കോൺസെപ്റ്റ് അനുസരിച്ചാണ്? നമ്മളുടെ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് അനുസരിച്ചാണ്. അതായത് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് അനുസരിച്ച് പറയുന്നത് ഒരു ബിസിനസ്സും തുടങ്ങുന്നത് പെട്ടെന്ന് നിർത്താൻ വേണ്ടിയല്ല. നമ്മൾ എന്താണ്? ഒരു ഇൻഡെഫിനിറ്റ് പീരീഡ് ഓഫ് ടൈമിലേക്ക് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ലാസ്റ്റ് അക്കൗണ്ടിങ് അസംഷനാണ് അക്കൗണ്ടിങ് പീരീഡ്, അല്ലേ? നമ്മൾ കണ്ടിട്ടുണ്ട് അക്കൗണ്ടിങ് പീരീഡ്. നമ്മൾ എങ്ങനെയാണ് ബാലൻസ് ഷീറ്റൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്? ബാലൻസ് ഷീറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? 1 April 2022
ടു 31 മാർച്ച് 2023. ഒരു ഡെഫിനിറ്റ് അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു പീരീഡ് ഓഫ് ടൈം കാണും. അല്ലെങ്കിൽ നമ്മളെങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത്, 1 ജാനുവരിയിൽ തുടങ്ങിയിട്ട് 31 ഡിസംബറിൽ അവസാനിക്കും. അങ്ങനെ ഓരോ സ്പ്ലിറ്റ് ആയിട്ടുള്ള പീരീഡിലേക്കായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, അക്കൗണ്ടിങ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളും പ്രിപ്പയർ ചെയ്യുന്നത്. ഒരു ഡെഫിനിറ്റ് ഇൻ്റർവെല്ലിലേക്കായിരിക്കും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. നമ്മൾ പ്രധാനമായിട്ടും പ്രിപ്പയർ ചെയ്യുന്ന ഒരു വർഷത്തേക്ക് പ്രിപ്പയർ ചെയ്യാറുണ്ട്, ഇനി 6 മന്ത്സിലേക്ക് പ്രിപ്പയർ ചെയ്യാറുണ്ട്, ക്വാർട്ടറായിട്ട് പ്രിപ്പയർ ചെയ്യാറുണ്ട്. അപ്പോൾ എന്താ പറയുന്നതെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും അക്കൗണ്ടിങ് റെക്കോർഡ്സുകളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു പീരീഡ് ഓഫ് ടൈമിലേക്കായിരിക്കും പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് പറയുന്ന കോൺസെപ്റ്റാണ് ഏത്, അക്കൗണ്ടിങ് പീരീഡ്. ആൻഡ് എക്സാമ്പിളാണ് പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത് നമ്മൾ ഒരു വർഷത്തേക്കാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ബാലൻസ് ഷീറ്റും അങ്ങനെ തന്നെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം മൊത്തത്തിലൊന്ന് നോക്കിയേ, നമ്മൾ 4 അസംഷൻസ് ആണ് പഠിച്ചത്. ഏതൊക്കെയായിരുന്നു 4 അസംഷൻസ്? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അക്കൗണ്ടിങ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. എന്താ അക്കൗണ്ടിങ് എൻറ്റിറ്റി കോൺസെപ്റ്റ്? ബിസിനസ്സും ഓണറും രണ്ടാണ്. ആ കോൺസെപ്റ്റിനെയാണ് നമ്മൾ അക്കൗണ്ടിങ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. രണ്ടാമത് മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ്. മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൺലി മോണിറ്ററി ട്രാൻസാക്ഷൻസ് മാത്രമേ നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യത്തുള്ളൂ. അടുത്തത് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് ആണ്. ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് അനുസരിച്ച് പറയുന്നത് ബിസിനസ് ഒരു ഇൻഡെഫിനിറ്റ് പീരീഡ് ഓഫ് ടൈമിലേക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരിക്കലും ബിസിനസ് എന്ത് ചെയ്യത്തില്ല, പെട്ടെന്ന് നിർത്തത്തില്ല. 4ാമത്തെ കോൺസെപ്റ്റിൽ നമ്മൾ പഠിച്ചത് അക്കൗണ്ടിങ് പീരീഡാണ്. അതായത് നമ്മൾ അക്കൗണ്ടിങ്ങുകൾ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ പീരീഡിലേക്കായിരിക്കും എന്ത് ചെയ്യുന്നത്, പ്രിപ്പയർ ചെയ്യുന്നത്. ക്ലിയർ ആണോ? അപ്പം ഇങ്ങനെയാണ് നമ്മൾ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ഒരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു.